ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ വിത്ത് നർഷിദ്. നമ്മളെ ചൈനയിലെ ഏകദേശം 4 ദിവസമായി നമ്മൾ പോകുന്നത് സാങ്ജിയാജ് നാഷണൽ ഫോറസ്റ്റ് പാർക്കിലേക്കാണ്. അവിടേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു ദീദി ബുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും സാങ്ജിയാജ് നാഷണൽ പാർക്കിൽ ആക്ച്വലി നമുക്ക് ബസ് വഴി പോയാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ ബസ് വഴി പോയാൽ അവിടെ എത്താൻ. ഓഫ് കോഴ്സ് അപ്പൊ ഞാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ദീദി എടുത്താണ്. ദീദിക്ക് നമുക്കൊരു 50 ആവുമെങ്കിൽ ടാക്സിക്ക് ബസ്സിന് പോകുമ്പോൾ ചിലപ്പോൾ 5-10 ആവാനുണ്ടാവുള്ളൂ. കാരണം അവിടെ ബസ് ഭയങ്കര ചീപ്പാണ്. ഏകദേശം 45 മിനിറ്റ് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ സാങ്ജിയാജ് നാഷണൽ പാർക്കിനാണെങ്കിൽ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് പറഞ്ഞിട്ട് 4-5 ഗേറ്റും ഉണ്ട്. സോ ഏത് ഗേറ്റിലൂടെ കയറുന്നൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മളെ ജേർണീസ് മൊത്തം. അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇവിടെ ആണെങ്കിൽ ആസ് യൂഷ്വൽ ടൂറിസ്റ്റ് ഗൈഡ് പല സ്ഥലത്തുള്ള ഗൈഡ് വേണോ, നമ്മളെ വടി വേണോ, അങ്ങനെ പലതും ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ടിക്കറ്റ്സിന്റെ പ്രൈസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി ഇതിലെടുത്താണ് കേട്ടോ. ഞാൻ trip.com എന്നാണ് എടുത്തത്. 239 ആണ് എൻട്രൻസ് ടിക്കറ്റ്, അതായത് ഈ പാർക്കിനുള്ള എൻട്രി ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു മാപ്പാണ് കേട്ടോ. അതായത് ഒരു നാഷണൽ ഫോറസ്റ്റ് പാർക്കാണത്. 4 ദിവസത്തെ ടിക്കറ്റാണ് കിട്ടുക. അതായത് 4 ദിവസം വേണം അതിൻ്റെ അകത്ത് കവർ ചെയ്യാന്ന് പറയുന്നത്. അത്രയും വലിയ ഏരിയ ആണ്. സോ ഈ 4 ദിവസം നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രൻസിനും അതേപോലെ 4 ദിവസത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മളെ എക്കോ ബസ് എന്ന് പറയും, അത് യൂസ് ചെയ്യാനും പറ്റും. അതിന് 239. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ ബണ്ടിലെടുത്ത് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് കുറെ ക്യൂവും കാര്യങ്ങളും ഒഴിവാക്കാം. അതായത് TNC കേബിൾ വേയും പിന്നെ ബാലോങ് എലിവേറ്ററും, ഇത് രണ്ടുമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് ടോട്ടൽ ഇവിടെ വരുന്നത് 376 ആണ്. അതായത് $55. അതിനാണ് ഞാൻ trip.com എടുത്തത്. സോ trip.com ആണ് ഇവരും ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ടെക്നോളജി ഭയങ്കര സംഭവം കേട്ടോ. നമ്മളിപ്പോ ടിക്കറ്റ് ഒക്കെ എടുത്ത് പാസ്പോർട്ട് വെച്ചാണ്, ജസ്റ്റ് പാസ്പോർട്ട് വെച്ചെടുത്താൽ മതി അവിടെ. ഇപ്പൊ നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, ടിക്കറ്റ് എന്നത് ഓൾറെഡി കാണിക്കുന്നുണ്ടോ, നമ്മൾ നേരെ കയറി പോവാം, അത്രേ ഉള്ളൂ. ഞാൻ കയറുന്നത് TNC മൗണ്ടൻ കേബിൾ വേയിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഇത് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതായത് സാധാരണ ആൾക്കാർ വെസ്റ്റ് ഗേറ്റിലൂടെയാണ് വരിക, എന്നിട്ട് ബാലോങ് എലിവേറ്റർ പോയി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഡിഫിക്കൽട്ട് റൂട്ടിൽ എപ്പോഴും ആള് കൂടുതലായതുകൊണ്ട് പിന്നെ എനിക്ക് ആ സൈഡിൽ അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൈഡ് എടുത്തത് എല്ലാ ഷട്ടിൽ ബസ്സും കാര്യങ്ങളും റെഡി ആയിരിക്കും. നേരെ നമ്മൾ കയറാൻ പോവാ. പ്രത്യേക രീതിയിലാണ് ബസ് സീറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മളെ എക്കോ ബസ് വെഹിക്കിൾ എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അതായത് ഈ ബസ്സാണ് നമ്മളെ ഫോറസ്റ്റിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന ഷട്ടിൽ ബസ്സാണ്. ഇത് നമ്മളെ എൻട്രൻസ് ടിക്കറ്റിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അതായത് നമുക്കിവിടെ വെള്ളം, ഹാറ്റ് വേണമെങ്കിൽ ഹാറ്റ് കിട്ടും, ചെറിയ ഫുഡ് സാധനങ്ങള്. അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മളെ 239 എൻട്രൻസും പിന്നെ ഈ ബസ്സസ് മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. നമ്മൾ സെപ്പറേറ്റ് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേറെ ടിക്കറ്റ് വാങ്ങിക്കണം കേട്ടോ. TNCന്റെ കേബിൾ സർവീസ് എടുക്കണമെങ്കിൽ പിന്നെ എലിവേറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് ഒരു ബണ്ടിൽ എടുക്കുന്നതാണ് അതിലെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള. അല്ലെങ്കിൽ എക്സ്ട്രാ അവിടെ 72 കൊടുത്തിട്ട് വേറെ ഒന്നും എടുക്കണം എന്നാണ് കാണിക്കുന്നത്. സോ ഇതൊന്ന് മൈൻഡിൽ വെക്കാം. നമ്മൾ ഏത് ഗേറ്റ് കൂടെ കയറണം, എവിടെ എക്സിറ്റ് ആവണം, എത്ര ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇതൊരു 1 ഡേ മാത്രമാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ കാണിച്ചാൽ ഞാൻ പോകുന്ന റൂട്ട്സും കാര്യങ്ങളും, പിന്നെ കഴിഞ്ഞിറങ്ങുമ്പോൾ കാണിച്ചാൽ വിച്ച് വാസ് ദ ബെസ്റ്റ്, എന്തൊക്കെയാണ് ടിപ്സും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അങ്ങനെ മറ്റൊരു ദിവസം നമ്മൾ മറ്റൊരു കേബിൾ കാറിൽ യാത്ര തുടങ്ങുകയാണ്. ഇതാണ് നമ്മൾ പോകുന്നത് സാങ്ജിയാജ് നാഷണൽ റിസർവ് പാർക്കിലേക്കാണ്. ഈ റിസർവ് പാർക്കിൻ്റെ എൻട്രൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് ഏകദേശം 4 ഗേറ്റുകൾ വരുന്നുണ്ട്. ഞാനൊരു ഗേറ്റിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. TNC മൗണ്ടൻ കേബിൾ കാറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ചൈനയുടെ വൺ ഓഫ് ദ നാച്ചുറൽ വണ്ടേഴ്സ് മാത്രമല്ല, യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലൂടെ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കോഡ്സ് സാൻഡ്സ്റ്റോൺ പില്ലേഴ്സ് ഉണ്ട്. മണൽപുറ്റുകളെന്ന് പറയുന്നത് വല്ല മണൽ തൂണുകളെന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട്, മില്യൺ ഇയേഴ്സ് കൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത്. അതിൻ്റെ പല ഷേപ്പിലുള്ളതിന് വേണ്ടി പല നെയിംസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് കാമറോൻ്റെ അവതാർ മൂവിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് പിന്നീട് അവർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളത്. പക്ഷേ മൂവി ഭയങ്കര ഹിറ്റായതോടെ തന്നെ ഈ പ്ലേസും ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഇവരവിടെ ചില മൗണ്ടൻസിന് ഹാലലിയ ഫ്ലോട്ടിംഗ് മൗണ്ടൻസ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് കാണാം. സോ വെൽക്കം ടു സാങ്ജിയാജ് നാഷണൽ പാർക്ക്.
എക്സ്പെക്റ്റഡ്. അതായത് എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വരിക്കി നിൽക്കും. പക്ഷെ ഇവിടെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സിവിക് സെൻസുള്ള മനുഷ്യന്മാരായതുകൊണ്ട് ഇവരിങ്ങനെ ഇടിച്ചു കയറുക, വരിയിൽ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ കിട്ടണ 1-2 ഫോട്ടോ എടുത്തിട്ട് അവരങ്ങ് പോയിക്കോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് അവരാകുമ്പോഴും വർത്താനൊന്നുമില്ല. അതിന് മാപ്പ് നോക്കി ഓരോരോ ലൊക്കേഷൻ ഇങ്ങനെ കണ്ടുപിടിച്ച് പോകണം. ഒരു ആവറേജ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് ഈ കാണുന്ന പോലെ വലിയ ഏക്കർ കണക്കിന് ഫോറസ്റ്റ് ആണ്, റിയൽ ഫോറസ്റ്റ് തന്നെയാണ്. ഇവരിതിൻ്റെ അകത്ത് പ്രിസർവ് ചെയ്ത് ഇങ്ങനെ ഓരോ ഏരിയ ആക്കി ഇങ്ങനെ മാറ്റി നിർത്തിയതാണ്. അത്യാവശ്യം എല്ലാ സ്ഥലത്തും വിസിറ്റേഴ്സ് ലോഞ്ച്, ടോയ്ലറ്റ്, പിന്നെ എല്ലാ സ്ഥലത്തും ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതാ ഫുള്ള് ഗ്രൂപ്പ് ടൂർസും കാര്യങ്ങളാണ് കേട്ടോ. ഗ്രൂപ്പ് ടൂർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ ലോങ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വിൽ ബി ടയേർഡ്. നമുക്ക് എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. അവരും പ്രിഫർ ചെയ്യില്ല ഒരു ദിവസം കൊണ്ട് ഇത്ര സ്ഥലം കാണിക്കല്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് വന്നത്. വേർ ദ ബസ് ഇസ് ഗോയിങ്. ഹിലോങ് പാർക്കിലേക്കാണ് പോകുന്നത്. വി ഹാവ് ടു ഗോ ടു ഹിലോങ് പാർക്ക്. ഉണ്ടോ, മാപ്പൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ചെറിയ അടുത്തൊരു ബസ് എടുക്കാം. ഈ മാപ്പിനകത്ത് ബ്ലാക്ക് ഡാർക്കിൽ കാണിക്കുന്ന സ്ഥലങ്ങൾ കവർ ചെയ്താൽ മതി. അതാണ് ബെസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് ഹിലോങ് പാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് UB പീക്സും കൂടി വിസിറ്റ് ചെയ്യും. ഒരു കൊടൈക്കനാലൊക്കെ പോയാൽ വരണ്ട കേട്ടോ, കുറെ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വന്നിറങ്ങിയ ബസ്സിൻ്റെ അടുത്തത് ഹിലോങ്സ് പാർക്കാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അറിയാലോ, ഒരുപാട് സ്പോട്ടുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പോലെ നമ്മളെ കൊണ്ട് ഇപ്പോൾ നടക്കില്ല. സോ ഞാൻ മേജറായിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തതും പിന്നെ ഞാൻ കുറേ വീഡിയോസ് കണ്ടതും റെഫറൻസ് വിറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. സൈറ്റ് സീയിങ് പ്ലാറ്റ്ഫോം. എന്താ ബ്യൂട്ടി എന്ന് പറയുക. ഇത് ടിയാൻസി വ്യൂയിങ് പ്ലാറ്റ്ഫോം ആട്ടോ. ഇവിടെ ഒന്നും ആളും എത്തിയിട്ടില്ല. അത്ര ഹൈപ്പഡ് പൈസ ഇല്ലാത്തതുകൊണ്ടോ എത്ര രസമാണ് നോക്കി. ആക്ച്വലി അവിടെ കുറേ വ്യൂ പോയിന്റിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതാണ് ഫേമസ് വ്യൂ പോയിന്റ്. ഇത് സത്യത്തിൽ ടിയാൻജി മൗണ്ടൻ പ്ലാറ്റ്ഫോം മാത്രമേ പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ ഇത് ഭയങ്കര രസം. അത് ഒരേ വ്യൂ. എനിക്ക് തോന്നുന്നു ഇതില്ലാത്ത ടൈപ്പ് എടുക്കണം നല്ലെന്ന് തോന്നുന്നു. നല്ലൊരു സ്ഥലം കിട്ടിയ സന്തോഷത്തിൽ പോട്ടോ. ഇറ്റ് വാസ് റിയലി അമേസിങ്, സൂപ്പർ വ്യൂ. സത്യത്തിൽ ആൾക്കാരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതൊക്കെ നോക്കി കുറേ ട്രെയിൽസ് ഉണ്ട് കേട്ടോ. കിതക്കുന്നുണ്ടല്ലോ. ഹീലോങ് എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റാച്ചു ആണ് കേട്ടോ അത്. എനിക്കൊന്ന് ഇവർ ഇതിന് മുകളിലൊക്കെ തൊടുന്നവരെന്തോ ഭാഗ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവര് കുതിരപ്പുറത്തൊക്കെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പോയി തൊടുന്നുണ്ട്, പൈസ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മേലെ ഫുഡൊന്നും കിട്ടില്ലെന്നൊന്നും ആരും പേടിക്കണ്ട. മക്ഡൊണാൾഡ്സ്, പിന്നെ കോഫി ഷോപ്പ്, പിന്നെ ഒരുപാട് ജ്യൂസ് ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഓരോരോ സ്റ്റേഷനിലും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവിടെ ഒന്നും കിട്ടില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എവറിത്തിങ് ഈസ് അവൈലബിൾ. ഈ കോഫി ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ട്. ലക്കിൻ കോഫി ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ കോഫിയാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ബിസിയാണ്. അപ്പം സമയം കിട്ടുന്നവർക്ക് വേണമെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഇത് വാങ്ങി. 5 യുവാനാണ് കേട്ടുള്ളൂ. അടുത്ത ലൊക്കേഷൻ ഈ ടിയാൻജി ഏരിയ തന്നെയുള്ള, അതായത് ഫെയറിറ്റെയിൽ ഹോൾഡിംഗ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടി ഒരു ബൊക്കെ പിടിച്ച് നിൽക്കുന്ന മാതിരി ഉണ്ടാവുന്നത്. ഇതിന്റെ ഷേപ്പ് കാണുമ്പോൾ അങ്ങനെയാണ് ഇതിനൊരു പേര് വന്നത്. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറിയും പിന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് എന്താ പറയാ പ്രകൃതിപരമായിട്ട് കുറെ മാറ്റങ്ങൾ സംഭവിച്ച് ആ ഒരു ഷേപ്പിലായി മാറിയതാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാൻ തന്നെ. കറക്റ്റ് ട്രെയിൻ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിനനുസരിച്ച് തന്നെ പോയാൽ മതി. അത് സോ അമേസിങ്. ബൊക്കെ പിടിച്ചിട്ടുണ്ട്. UB പീക്സിന്റെ അവിടെ കുറച്ച് താഴോട്ട് ഇറങ്ങി വരണം. പക്ഷെ ഇറങ്ങി വന്നിട്ടുള്ള വ്യൂ നോക്കി. Such a beautiful അല്ലേ. It's a better decision to come here because എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നും അത്ര ക്രൗഡില്ല. ക്രൗഡ് മൊത്തം മറ്റേ ബൈലോങ്ങിലൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ഓപ്പോസിറ്റ് റൂട്ട് എടുത്താണ് വന്നത്. സ്ഥലത്ത് എൻ്റെ മോനെ അമേസിങ് ആണല്ലോ. യെസ് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള മൗണ്ടൻസ് ആണ്. അപ്പോൾ ഓരോ മൗണ്ടനും ഓരോ ഷേപ്പിലാണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഫ്ലവറെന്നും പിന്നെ വാരിയർ ട്രെയിനിങ് ഹോഴ്സെന്നും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കാരണം കേട്ടോ.
ഫസ്റ്റ് ഞാൻ വന്നിറങ്ങിയിട്ടുള്ളത് ഈസ്റ്റ് ഗേറ്റിലാണ്. ഈസ്റ്റ് ഗേറ്റിൽ നിന്ന് ഞാൻ ഇവിടെ ഈ ടാൻജിൻ്റെ ലോവർ സ്റ്റേഷനിലേക്ക് പോയി ആദ്യം. അവിടുന്ന് പിന്നെ ബസ് അവിടെ വരെ ബസ് ഇവിടുന്ന് കേബിൾ കാർ കയറി നേരെ മേലെത്തി. ഇത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഹൈക്ക് ചെയ്ത് മേലോട്ട് എത്താൻ പറ്റും കേട്ടോ. ഈ കേബിൾ കാർ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 72 വേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നേരെ ചെറിയൊരു ഷോർട്ട് ബസ്സിൽ അവരോട് എനിക്ക് ഹിലോങ് പാർക്കിൽ ഇറക്കി തന്നു. ഈ ഹിലോങ് പാർക്കിലാണ് ഞാൻ ഒരു 1.5 മണിക്കൂറായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഹിലോങ് പാർക്ക്, UB പീക്ക് കണ്ടു, ഫെയറി മൗണ്ടൻ കണ്ടു, പിന്നെ നമ്മുടെ ടെൻജി പവലിയൻ കണ്ടു. അപ്പം വാരിയർ ട്രെയിനിങ് ഓൺ ഹോഴ്സ്, ഇത്ര ഏരിയാസ് ഞാൻ കവർ ചെയ്തു. ഇനി ഞാൻ കവർ ചെയ്യുന്നില്ല. ഇനി ഞാൻ തിരിച്ച് ഇവിടുന്ന് കയറി ലോങ് റൂട്ട് എടുത്തിട്ട് യുവാൻജാജിലേക്ക് പോകാൻ പോരാ. എനിക്ക് യുവാൻജാജി കഴിഞ്ഞിട്ട് ഇത് കുറേ യുവാൻജാജി ഉള്ളതുകൊണ്ട് മനസ്സിലാവില്ല. യുവാൻജാജി ഉണ്ട്, പിന്നെ അതല്ലാതെ വേറെ വരുന്നത് യാങ്ജിയാജിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് യുവാൻജാജി വരണം. പിന്നെ അവിടുന്ന് ബൈലോങ് എടുത്തിട്ടാണ് എനിക്ക് താഴോട്ട് പോകേണ്ടത്. തിരിച്ച് ഈസ്റ്റ് ഗേറ്റിലേക്ക് തന്നെ എത്തണം. എനിക്ക് പോകാൻ ഇവിടാണ് എളുപ്പം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ ഈ റൂട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് റൂട്ടിലേക്ക് പോട്ടെ. ഹലോ, ചൈനീസ് ലോക്കൽ ഫുഡ് കാണാത്തവർ കണ്ടത് എന്തത് മറ്റേ ഇത് ഉണക്കമീനാ. ഇത് നല്ലത് ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഈ ഒരു കറുത്ത കളറിൽ ഇതെല്ലാം കോരിയിടുന്നത് ആടെന്നാണ്. ഫുൾ ഇതുപോലെ പലതരം നൂഡിൽസ് ആണ് കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കുന്നതുണ്ട് അവർ. അതിൻ്റെ അകത്ത് വിടും. അത് അപ്പം തന്നെ അത്രയും സ്റ്റീമാണ് ഇപ്പം തന്നെ ചൂടായി വരേണ്ടത്. പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവരതിൻ്റെ ആഡ് ചിക്കൻ. ഇത് നീരാളി, എന്തൊക്കെയോ ഉണ്ട്. ചോദിച്ചിട്ട് കഴിക്കണുണ്ട് എന്താ ഐറ്റം അറിയില്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കണം. പിന്നെ മറ്റേ സോസേജ് ഇതാക്കിയിട്ടുള്ളത് ഫുള്ള് സ്പൈസിന്റെ കളികളാണ്. ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ട് ഇവർ സെറ്റ് ചെയ്താണ്ട് 2 സൈഡിലും ഫുഡ് കൗണ്ടർ. അപ്പം ആൾക്കാർക്ക് കഴിച്ചുകൊണ്ട് പോവാ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊന്നും വലിയ പ്രൈസിങ് ഉണ്ടാവില്ല തോന്നുന്നു, കാരണം ഒരു റീസണബിൾ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ വലിയ വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ വേറെ എവിടെ നിന്ന് കഴിക്കാം. യങ്ജാജി എന്നോ യുങ്ജാജി എന്നോ കഴിക്കാന്ന് വിചാരിക്കുന്നേ. പേരെണ്ണ മനസ്സിലാവുന്നില്ല, അത്രയുണ്ട്. ബസ് സ്റ്റേഷൻ, യെസ്. ഐസ്ക്രീം, ഫ്രൂട്ട്സ്. ബസ് കയറി യങ്ജാജിയിലേക്ക് പോവാണേ. ഈ ബസ്സസ് കംപ്ലീറ്റ്ലി എക്കോ ബസ് ആണ് അവർ പറയുന്നത്. ഇത് ഫ്രീ ആണ്. നമ്മൾ അഡ്മിഷൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം. കാടിനുള്ളിലൂടെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന റോഡും സെറ്റപ്പും ഒക്കെ നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടോ. അപ്പൊ നമ്മള് യങ്ജാജിയെ പോയിട്ട്, യങ്ജാജിയെ കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ യങ്ജാജിയിലൊന്ന് ഇറങ്ങിയിട്ട് യങ്ജാജിയെ പോയി കഴിഞ്ഞാൽ ഇവിടങ്ങളിലേക്ക് പോകുന്ന ഞാൻ വിചാരിക്കുന്നത്. 12 മണിയായിട്ടുള്ളൂ. ഇവിടെ റൈസ് പാഡി ഫീൽഡൊക്കെ മൂന്നാറോടെ കൊണ്ടുവച്ചു അമ്മമാര്. കംപ്ലീറ്റ് ഗ്രീനറി കേട്ടാ. നമ്മളൊരു വയനാട്ടിലൊക്കെ പോയാൽ ചുരം കയറുന്നൊക്കെ ഒരു ഫീല്. ഇത് അത്യാവശ്യം നല്ല ദൂരം കിട്ടും. അതായത് ഇപ്പം കാട് കയറി, മുമ്പ് നല്ല നല്ല റോഡ്, അതിന്റെ ഇടയിൽ കൂടെ തേയിലത്തോട്ടം പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കി നല്ലോണം ക്യാനിയോൺസ് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെറിയ പുറത്തെ കൂടെ റോഡ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഷൈനയില് സഞ്ചാജ് ബുക്കൊക്കെ എടുത്തിട്ട് 4 ദിവസം ഉണ്ടാവും. വെറുത്താണ്. ഈ വെച്ചിരിക്കുന്ന സാധനം കണ്ടങ്ങള്, അതായത് ആൾക്കാർ അതിനകത്ത് മറ്റെന്താ പറയാ ഇരുത്തി കൊണ്ടുപോകുന്ന പരിപാടിയില്ല പണ്ടത്തെ മാതിരി. ആലോചിച്ചൊക്കെ വെറുതെ അങ്ങനെ എടുത്തിട്ട് തോളത്ത് നോക്കി കൊണ്ടുപോകും പോലെ ഈ സാധനത്തിന് മുകളിൽ. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പോകും കേട്ടോ. ഒരുപാട് കയറാൻ കേട്ടോ. ഇത് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. ദാറ്റ് ഈസ് ടു മച്ച്. ചെയ്യാമായിരുന്നു തോന്നുന്നുണ്ട്. എന്തായാലും ഒരു പകുതിയോ പിന്നിട്ട് ശരിക്കും കംപ്ലീറ്റ് ചെയ്യട്ടെ ബാക്കിയും കൂടി. 1 സ്റ്റെപ്പ് ടു ഹെവൻ എന്നാണ് അതിൻ്റെ പേര്. ലച്ചി അടുത്ത അഡ്വഞ്ചർ ഇതാ ഈ കുന്ന് കയറണം പോലെ. നെക്സ്റ്റ് 1 കയറാനും ഇറങ്ങാനും ബെസ്റ്റ് വഴി. സ്റ്റീപ്പ് കോണി കുറേ ഉള്ളോട്ട് കയറണം കേട്ടോ. അത് ശരിക്കും ബസ് ഇറങ്ങിയിട്ട് അവിടെ ആൾക്കാർ കയറി നോക്ക്, ക്രേസി ആക്കണേ. ഇത് 1 സ്റ്റെപ്പ് ടു ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈ എന്നാണ് എൻ്റെ പേര്. ഒരു ഇങ്ങനത്തെ കുത്തനെ വെച്ചിട്ടുണ്ടാക്കിയെന്നുള്ളൂ. വേണ്ട, ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണാന്ന് പറയണേ. ഇത്രയും താഴ്ചാൽ ഞാൻ നേരെ കണ്ടിട്ടില്ല. ഗംഭീരം. 98 ഓൻ ഇവിടെ പറഞ്ഞത്. ഞാൻ വെറുതെ ചോദിച്ചു നോക്കി, ഒരു 70 ചോദിച്ച്. അപ്പൊ ഓക്കെ എന്നും പറഞ്ഞ് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഡ്രോൺ ഷോട്ട് കഴിഞ്ഞ് ഫാൻറ്റന്റെ പരസ്യമായിരുന്നു നോക്കണേ.
ബൈ. വേണ്ട ഇവിടെ ഈ വിൽക്കണ ആകെ 5 റുപ്യ ഉള്ളൂ മറ്റേ നാരങ്ങയ്ക്ക്. അതിന് വരെ അലിപ്പ ഉണ്ട്. കാട്ടിലായാലും അലിപ്പ ഇറക്കാവുന്നുണ്ട്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള സംഭവം എന്താ അറിയോ, ഞാൻ നല്ല ഫുറോങ് കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞത് 2 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. സത്യത്തിൽ അത്ര ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ മിസ്റ്റേക്ക് വരും. ബുള്ളറ്റ് ട്രെയിൻ 24 മിനിറ്റേ ഉള്ളൂ. ആ അരമണിക്കൂറുള്ളൂ ഇവിടുന്ന് ഫുറോങ്ങിലേക്ക്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് പ്ലാൻ ആക്കിയാൽ മതിയായിരുന്നു. ലാസ്റ്റ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ 10 മണിക്കാണ്. ഒരു കപ്പിൾ ഫ്രണ്ടിലേക്ക് ബെസ്റ്റ് സ്ഥലമാണ്. അവിടെ പോകണം. അവിടെ നിൽക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി അതെല്ലാം ലൈറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. പിന്നെ രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ടിയാമ്മ കയറിയിട്ട് വൈകുന്നേരം റൂമിൽ പോയിട്ട് വൈകുന്നേരത്തെ ട്രെയിൻ എടുത്ത് നേരെ അവിടെ എത്താം. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം കാണാം ലൈറ്റ് തെളിഞ്ഞ് മറ്റേ ഫുറോങ് ഒരു അടിപൊളിയായിട്ട് വരുന്ന ടൈം കൂടി കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോന്നാൽ മതി. ഷൻജാജന് ആകെ അരമണിക്കൂറുള്ളൂ കേട്ടോ ഫുറോങ്ങിലേക്ക്. എനിക്ക് പിന്നെ ഡീറ്റെയിൽ കിട്ടിയത്. പറ്റുമെങ്കിൽ ഇവിടെ ഒരു 4 ഡേയ്സ് ഷൻജാജിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 1 ഡേ ഫോർ 2 ഡേയ്സ് ഇവിടെ വേണമെങ്കിൽ വെക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മതി ഈ ഫോറസ്റ്റിനുള്ളിൽ. പിന്നെ കിക്സിംഗ് മൗണ്ടനിൽ പോയിട്ട് സ്കൈലൈറ്റർ താല്പര്യമുള്ളവർക്ക്, നല്ല അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ ടിയാൻമെൻ പോവാം. പിന്നെ നേരെ ഫുറോങ്ങിൽ പോയി ഫുറോങ്ങിൽ താമസിക്കുകയും ചെയ്യാം. ഇത്രയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന റൈറ്റിൻ്റെ കേട്ടോ. ഫുറോങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുറോങ്ങിൽ പിന്നെ ട്രെയിൻസ് ഉള്ളത്, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടൊന്ന് ഷാൻജാക്കിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ മതി. പക്ഷേ പൊതുവെ ഇവിടെ നിന്നൊക്കെ ഫ്ലൈറ്റുകൾ കുറവാണ്. ബീജിങ്ങിലൊക്കെ ആയാലും എങ്ങോട്ടായാലും പ്രോപ്പർ എപ്പോഴും ഫ്ലൈറ്റ് ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ഉള്ളൂ. ഇത് അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടോ. പിന്നെ ചെങ്കുടു പോകാൻ പറ്റും. അതും കുറച്ചുള്ളൂ ട്രെയിനിൽ. ചെങ്കുടൂന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീജിങ്ങിലേക്കും പോകട്ടോ. നമ്മൾ പറഞ്ഞത് നമ്മൾ ബ്രിഡ്ജ് കാണാൻ വരുന്ന നമ്പർ 1 ബ്രിഡ്ജ് ഇൻ ദ മൗണ്ടൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി കവർ ചെയ്ത് പോയി. അതാണ്, അതായത് ഈ കാണുന്നില്ല ചുവന്നത് കെട്ടി, അതാണ് ബ്രിഡ്ജ്. പക്ഷേ അതായത് ഈ രണ്ടും ഇതിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണിത്. ഓക്കെ, സോ ഇതിങ്ങനെ കുറച്ച് കവേർഡായി പോയതുകൊണ്ടാണ്. അതിൻ്റെ മേലെ കൂടെ നമുക്ക് നടന്നു പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ വ്യൂ അടിപൊളിയായി ഇതിൻ്റെ താഴോട്ടുള്ള ഞെട്ടിപ്പോയി നോക്കി. താഴോട്ടുള്ളത് എൻ്റെ മോനെ എന്നത് പുളി ഞാൻ തീർന്ന്. കൊക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അമ്മതി കൊക്ക. നടന്നു പോകുമ്പോൾ എങ്ങോട്ട് നോക്കിയാലും വ്യൂ പോയിന്റ്സ് ആണ് കേട്ടോ. കിടിലം വ്യൂ പോയിന്റ്സ്. അങ്ങനെ തണുത്തൊരു വാട്ടർമെലോൺ ജ്യൂസും ഈ ഒരു വ്യൂ. ഇവിടെ കുറേ കിയോസ്ക് ഉണ്ട് കേട്ടോ. ഇവിടെ പോയി കിയോസ്ക് അല്ല, നല്ല പ്രോപ്പർ ഷോപ്പുകൾ തന്നെ ഉണ്ട്. ഒരുപാട് അവരുടെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. എന്താ ടേസ്റ്റ് പറയാം. കുറേ നടന്ന് ക്ഷീണിച്ചോട്ട് എന്താ നല്ല ഐസൊക്കെ ഇട്ടിട്ട് സെറ്റ് ആണ്. 15 യുവാനാട്ടോ വാങ്ങിക്കുന്നത്. അബദാർ മൗണ്ടെയിൻസ്. സീ എന്താ ബ്യൂട്ടി അല്ലേ. താഴോട്ട് കാണണം കേട്ടോ. ക്യാമറക്ക് എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് എല്ലാപ്പോഴും അമേസിങ് ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഞാൻ ഇങ്ങനോട് ചൈനയുടെ മുഖം എക്സ്പെക്ട് ചെയ്തിരുന്നല്ല. ഇപ്പം കുറേ ആളുകൾക്ക് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ബട്ട് ചൈന വെറും ടെക്നോളജി മാത്രമല്ല, ചൈന നാച്ചുറലി ലോട്ട് ആൻഡ് ദേ പ്രൊട്ടക്റ്റഡ് ഇറ്റ് വെരി വെൽ. അപ്പോൾ ഇവിടെ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഓർഗനൈസേഷൻ പറയാതെ വയ്യ. അമേസിങ്. ഇത്ര വലിയൊരു ഫോറസ്റ്റും കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നീറ്റായിട്ടാണ്. And here we go, the best view of the day. നമ്മള് ഇപ്പം എന്തെങ്കിലും പേര് യാൻജിയാജി എന്ന്, പിന്നെ നമ്മൾ അടുത്തൊരു ബസ് എടുത്ത് ബയലോങ്ങിലേക്ക് വന്നതാണ്. കുറെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ 5 മണി കഴിഞ്ഞു. ഇപ്പം നമുക്ക് തിരിച്ച് റൂമിലേക്ക് എത്തണം. ഫ്രഷ് ആവണം. എന്തുകൊണ്ട് നൈറ്റുള്ള ഒരു ഷോ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് റൂട്ടുകൾ പറഞ്ഞതാണ്. ജസ്റ്റ് റിമെമ്പർ. എന്തെങ്കിലും തിരിച്ചിങ്ങോട്ട് അങ്ങോട്ടും ചെയ്യാം കേട്ടോ. ബയലോങ്ങിൽ വന്ന് കയറിയിട്ട് ഇവിടുന്ന് പിന്നെ യാൻജാജ പോയി, അവിടുന്ന് യുവാൻജാജ പോയി, പിന്നെ അവിടുന്ന് ടിയാൻഷ പോയിട്ട് അങ്ങനെ പോകാൻ പറ്റും. ഞാൻ വന്നതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എനിക്കൊന്നും ടിക്കറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ക്രൗഡ് കുറവുള്ള ഇതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. 326ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ കയറുന്നത്. യെസ്, നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ്. അതായത് ബയലോങ് എലിവേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഫേമസ് ആണ്. 326 സ്റ്റെപ്സ് ഉണ്ട്. അത് 326 മീറ്റർ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എൻ്റെ ഓടി കയറുന്ന മെട്രോയിൽ കണ്ടുകൊണ്ട് ഇറങ്ങാം.
ലാസ്റ്റ് നമ്മൾ ഇറങ്ങാം. ഇവിടുന്ന് കൊണ്ട് പിന്നെ കോൺക്രീറ്റേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേൾഡ് റെക്കോർഡ് സംഭവമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഫൈനലി നമ്മളെ ബൈലോങ് എലിവേറ്ററിൽ നിന്ന് ഒരു ബസ് എടുത്തു, താഴെത്തി. നമ്മൾ രാവിലെ കയറിയ എൻട്രൻസ് എത്തിയാണ്ടോ. സോ ദിസ് വാസ് ദ റൂട്ട്. ഇവിടുന്ന് ഞാൻ കയറി ടിയാൻഷാനിലേക്കുള്ള കേബിൾ കാർ എടുത്തു. പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം യാൻജി എന്താ അതിന്റെ പേരെന്ന് തോന്നി, 1 സ്റ്റെപ്പ് ടു സ്കൈ എന്നുള്ള സംഭവം കാണാം. 1 സ്റ്റെപ്പ് ടു ഹെവൻ എന്നോ 1 സ്റ്റെപ്പ് ടു സ്കൈ എന്നങ്ങനെ. അപ്പൊ അതിൽ കയറി അതിന്റെ ശേഷം പിന്നെ യാൻജിഞ്ചിലേക്ക് വന്നു. യാൻജിയിലാണ് അവതാർ മൗണ്ടൈൻ ഉള്ളത്. അപ്പൊ അവതാർ മൗണ്ടൈനുള്ള സ്ഥലം കണ്ടതിന് ശേഷം പിന്നെ നേരെ ബൈലോങ് എലിവേറ്ററിന് അങ്ങോട്ട് വന്നു. ബൈലോങ് എലിവേറ്റർ പോയി തിരിച്ചിറങ്ങി. അതായത് കയറലും ഇറങ്ങലും രണ്ട് വഴി കഴിഞ്ഞെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് 4 ദിവസത്തെ എൻട്രി ഈ സെയിം ടിക്കറ്റിൽ നമുക്ക് ഉണ്ടാവും. വേറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ ആഡ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളൊരു വില്ലേജ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിനുള്ളിൽ വേറെ കാണാനുണ്ട്. ഒരു വാട്ടർ ഇത് പോകാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ റെക്കമെൻഡേഷനിൽ വേറെ ടൈമില്ലാത്തൊരു ദിവസം എടുത്താൽ മതി. ഇഫ് യു ഹാവ് മോർ ടൈം, ഇഫ് യു ആർ മോർ ഇൻ നാച്ചർ, ഡു ഇറ്റ് ടു. ഇനി ഇവിടെ ഞാൻ ഡി എടുത്ത് റൂമിലേക്ക് പോകും. പിന്നെ നൈറ്റ് നമ്മളൊരു പരിപാടി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഇതാണ് നമ്മള് 72 കിലോ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഫുൾ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ എന്തോ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പറ്റും. ഐ തിങ്ക് ദ ഷോ വി ക്യാൻ വാച്ച്. ടിക്കറ്റ് സെന്ററിന് 88 ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കയറാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നുണ്ടോ 72 സ്ട്രേഞ്ച് ബിൽഡിംഗ്. ഇതിന്റെ മുകളിൽ ലൈറ്റ് ഷോ ഉണ്ടാവുന്നാണ് പറഞ്ഞത്. സോ വി ആക്ച്വലി കെയിം ടു സീ ദ ലൈറ്റ് ഷോ. ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് പറയുന്നത് 72 സ്ട്രേഞ്ച് ബിൽഡിംഗ് എന്നാണ് അവർ അറിയപ്പെടുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരു ചാൻസ് നല്ല ഷോ ആയിരുന്നു കേട്ടോ. ലാസ്റ്റിലേക്ക് സത്യത്തിൽ അങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും നന്നായി. ലാസ്റ്റ് എല്ലാവരും കൂടി ഫുള്ള് ക്രൗഡിനൊക്കെ ഇളക്കി, ക്രൗഡിനെ കൊണ്ട് അവർക്ക് എന്തൊക്കെയോ ചെയ്യിപ്പിച്ച് പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ നാഷണൽ ഫോറസ്റ്റ് പാർക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്ന് രാത്രി 72 കിലോ കാണാൻ പോയി. 88 കൊടുത്തിട്ടുണ്ട് അവിടെ കയറിയിട്ടുള്ളത്. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ. പിന്നെ 4:30 മുമ്പാണ് കയറുന്നതെങ്കിൽ 44 എടുക്കും. 4:00 ശേഷം കയറുകയാണെങ്കിൽ 88 അതാണ് ഒരു ചാർജ്. സമയം ഉണ്ടെങ്കിൽ നേരത്തെ കയറിയില്ലെങ്കിൽ പിന്നെ കയറാൻ മതി. ആൻഡ് പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ജസ്റ്റ് വൈൻഡിങ് അപ്പ് ഡേ 4. ആൻഡ് നാളെ നമ്മൾ അടുത്തൊരു സിറ്റിയിലേക്ക് പോവാണ്, ചോങ്കിങ്ങിലേക്ക് പോകും. സോ നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ.